മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനമെടുക്കാൻ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. രാവിലെ 10:30 കളക്ടറേറ്റിലാണ് യോഗം. യോഗത്തിൽ ദേവസ്വങ്ങൾ നിലപാട് അറിയിക്കും. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിലപാട്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈയൊരു വെടിക്കെട്ട് ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനം. അത് നേരത്തെ തന്നെ ഈ ദേവസ്വങ്ങൾ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ചടങ്ങ് നടത്തണം എന്ന നിലപാട് തന്നെയാണ് അറിയിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ യോഗം ഉണ്ടായിരുന്നു. അത് ദേശക്കാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് നടന്നത്. ഈ ഇരു ദേവസ്വങ്ങളുടെ യോഗത്തിലും ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പൂരം നടത്തണം എന്നുള്ളത് തന്നെയാണ്. വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള പൂരം നടത്തണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ യോഗത്തിൽ ഉയർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ നിലപാട് ഇന്ന് ഈ ദേവസ്വങ്ങൾ ഈ സർക്കാർ വിളിച്ച യോഗത്തെ അറിയിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ പാറമേക്കാവ് ദേവസ്വം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണ ദിവസം, അതായത് കുടമാറ്റവും അതുപോലെ തന്നെ ഈ മറ്റ് മടത്തിൽ വരവ് അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള എല്ലാ ചടങ്ങുകളും സാധാരണ എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ തന്നെ നടത്തണം. വെടിക്കെട്ട് നടത്തേണ്ട എന്നുള്ള ഒരു നിലപാടാണ് പാറമേക്കാവ് ദേവസ്വം സ്വീകരിച്ചത്. അതിന് പിന്നാലെ തിരുവമ്പാടി ദേവസ്വവും അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് മരിച്ചിട്ടുള്ളത്. എങ്കിലും 24 വരെ സാധാരണ നിലയിൽ ഒരു ദുഃഖാചരണം ആചരിച്ച ശേഷം 24, 25 ആണ് ചമയ പ്രദർശനം അടക്കം നടക്കുക. അതെല്ലാം ഒഴിവാക്കി, ദീപാലങ്കാരങ്ങൾ ഒഴിവാക്കി 24 വരെ ദുഃഖാചരണം നടത്തിയ ശേഷം 25ഉം 26ഉം സാധാരണ നിലയിൽ എങ്ങനെയാണോ പൂരം നടക്കുക ആ നിലയിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ദേവസ്വങ്ങളും പൂരവുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിൽ എത്തുകയാണ്. ഈ നിലപാട് ഇന്ന് സർക്കാരിനെ അറിയിക്കുകയും ചെയ്യും. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദേവസ്വങ്ങളുടെയൊക്കെ നിലപാട് സ്വീകരിച്ച ശേഷം ആ ഒരു നിലപാടിനൊപ്പം തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് എന്നുള്ളതാണ് സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിലപാട് അറിയിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരും അതിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നേരത്തെ ഇന്നലെയാണ് ഈ ആഡംബരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പൂരം, ആചാരം മാത്രമായി പൂരം നടത്തുക എന്നുള്ളൊരു ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 13-14 പേരോളം മരിച്ച ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ പൂരം ആഘോഷമായി നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആഡംബരം ഒക്കെ മാറ്റിവെച്ച് സാധാരണ നിലയിൽ ഒരു ആചാരം എന്ന നിലയിൽ ആചാരപരമായ ചടങ്ങുകൾ മാത്രം നടത്തുക എന്നുള്ളതാണ് ഉയർന്ന, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ ഈ രണ്ട് ദേവസ്വങ്ങളും അവർ യോഗം ചേർന്ന് അവരുടെ ദേശക്കാരെല്ലാം യോഗത്തിൽ പങ്കെടുത്ത് അവരുടെ എല്ലാം അഭിപ്രായം സ്വീകരിച്ച ശേഷമാണ് പൂരം നടത്തിപ്പുമായി മുന്നോട്ട് പോകാം. പൂരം സാധാരണ നിലയിൽ 25ഉം 26ഉം പ്രധാനപ്പെട്ട പൂര ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണോ നടക്കുക, ഈ മടത്തിൽ വരവും ഇലഞ്ഞിത്ര മേളവും അതുപോലെ തന്നെ വൈകുന്നേരത്തെ കുടമാറ്റവും ഒക്കെ അതേപോലെ തന്നെ നടത്തിയ ശേഷം വെടിക്കെട്ട് വേണ്ട എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് മുണ്ടത്തിക്കോട് സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ കാര്യങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പാറമേക്കാവിൻ്റെ പാലക്കാടാണ് ഒരുക്കിയിരുന്നത്. അതിനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലൂടെ അടക്കം വരും ദിവസങ്ങളിൽ തീരുമാനം എടുക്കുകയും ചെയ്യും. ഏതായാലും പൂരവുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ദേവസ്വങ്ങളുള്ളത്. അത് ഇന്ന് അറിയിക്കുകയും ചെയ്യും. സാധാരണ നിലയിൽ എങ്ങനെ പൂരം നടക്കുമോ അങ്ങനെ തന്നെ പൂരം നടക്കട്ടെ എന്നുള്ളതാണ് നിലപാട്. ശരി, എന്തായാലും മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനമെടുക്കാൻ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. രാവിലെ 10:30 കളക്ടറേറ്റിലാണ് യോഗം നടക്കുക. യോഗത്തിൽ ദേവസ്വങ്ങൾ നിലപാട് വ്യക്തമാക്കും. വെടിക്കെട്ട് ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനം. പൂരം നടത്തണം, വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നതാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിലപാട്. ഇത് ഈ ഒരു യോഗത്തിൽ അറിയിക്കും എന്നതാണ് ലഭിക്കുന്ന സൂചന. ആന്റണി ജസ്റ്റോർ വിവരങ്ങൾ നൽകിയത്.